സഭയ്ക്ക് ഇക്കാലഘട്ടത്തിൽ വേർപാട് അനിവാര്യമോ എന്ന വിഷയത്തോടനുബന്ധിച്ച് ആദ്യമായി സഭയെപ്പറ്റി ചുരുക്കമായി പറഞ്ഞിട്ടാകാം വേർപാട് എന്ന വിഷയത്തെപ്പറ്റി ചിന്തിക്കുവാൻ നാം സമയം വേർതിരിക്കുന്നത്. സഭ എന്താണ്, സഭ എന്തല്ല എന്നുള്ളത് വ്യക്തമായി നാം മനസ്സിലാക്കണം. നാം അധിവസിക്കുന്ന ഈ ലോകത്തിൽ സഭ എന്ന വിവക്ഷ മതപരമായോ ജാതിപരമായോ നിയമനിർമ്മാണ തലങ്ങളിലോ തുടങ്ങി പല വിധത്തിലുള്ളത് നമുക്ക് വളരെ സുപരിചിതമാണ്. എന്നാൽ നാം ഇവിടെ ചിന്തയ്ക്ക് വിധേയമാക്കുന്ന സഭ കേവലം മുകളിൽ പ്രതിപാദിക്കപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ളത് ഒരിക്കലും അല്ല. സഭ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് വിളിക്കപ്പെടുന്നതും ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് വിവക്ഷിക്കപ്പെടുന്നതുമായ ആത്മീയ കൂട്ടായ്മയാണ്. അല്ലാതെ അത് കേവലം ഒരു കെട്ടിടമോ ഏതെങ്കിലും ഈ ലോകത്തിലെ താൽക്കാലിക നേട്ടങ്ങൾക്കോ മറ്റെന്തിനുമൊക്കെ വേണ്ടിയോ ഒരുമിച്ച് കൂടുന്ന ഒരു ആൾക്കൂട്ടമോ അല്ല. ക്രിസ്തു തലയും സഭ ക്രിസ്തുവിൻ്റെ ശരീരവുമാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഓരോ വിശ്വാസികളും. അതായത് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ വചനപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ തങ്ങളെ തന്നെ ഉപദേശവിശുദ്ധിയിലും ജീവിത വിശുദ്ധിയിലും കാത്തു സൂക്ഷിച്ച് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുകയും ക്രിസ്തുവിൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭ. അതിൽ ലോകമെമ്പാടുമുള്ള വിശുദ്ധരെ ചേർത്ത് ആഗോള സഭയെന്നും ഒരു പ്രത്യേക സ്ഥലത്ത് കൂടി വരുന്ന വിശുദ്ധന്മാരെ പ്രാദേശിക സഭയെന്നും വിളിച്ചു വരുന്നു. ചുരുക്കത്തിൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നേഹത്തിലും വിശ്വാസത്തിലും ഒന്നിച്ച് ജീവിക്കുന്ന ജനസമൂഹമാണ് സഭ.